എല്ലാവർക്കും നമസ്കാരം. മഹാഗുരുവിനും ഗുരുകുല പരമ്പരകൾക്കും പ്രണാമം. ഇന്ന് നമ്മൾ മഹാഗുരുവിന്റെ ഷൺമുഖ സ്തോത്രം എന്ന കൃതിയിലെ 17ാമത്തെ ശ്ലോകമാണ് ചൊല്ലിപ്പഠിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന കൃതിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് ഗുരുവാണ്. അമ്പുധിത്തിരയും തിരക്കുമിളപ്രവാഹവുമൊക്കെയോരമ്പുരാശി ഹതായടങ്ങിയൊടുങ്ങിടും പടി നിന്നിൽ നിന്നമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്ന അഖിലാണ്ടവും അമ്പയാ സഹവർത്തമാന വിജന്മ ഷൺമുഖ പാഹി മാം. അമ്പുധിത്തിരയും തിരക്കുമിളപ്രവാഹവുമൊക്കെയോരമ്പുരാശിയതായടങ്ങിയൊടുങ്ങിടും പടി നിന്നിൽ നിന്നമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്ന അഖിലാണ്ഡവും അമ്പയാ സഖവർത്തമാന വിജന്മ ഷൺമുഖ പാഹി മാം. അമ്പയാ സഹവർത്തമാന, അമ്മയായ ദേവിയോടൊപ്പം വർത്തിക്കുന്നവനും വിജന്മ, ജന്മമില്ലാത്തവനും ആയവനെ, ഒരമ്പുതിത്തിരയും, കടലിൽ നിന്നിളകുന്ന തിരയും, തിരക്കുമിള പ്രവാഹവും, ആ തിരയിലുണ്ടാകുന്ന കുമിളയും അതിന്റെ പ്രവാഹവും ഒക്കെ അമ്പുരാശിയതായി, ഒരൊറ്റ സമുദ്രം തന്നെയായി അടങ്ങിയൊടുങ്ങിടുംപടി, ആ സമുദ്രത്തിൽ അടങ്ങി ഇല്ലാതായിത്തീരുന്നത് പോലെ അമ്പ, എന്തൊരാശ്ചര്യം, നിന്നിൽ നിന്ന് അഖിലാണ്ടവും, ഈ ബ്രഹ്മാണ്ട കടാഹം മുഴുവൻ പൊങ്ങി മറിഞ്ഞ് ഉയർന്ന് മറഞ്ഞിടുന്നു, മാറി മാറി പൊന്തി വന്ന് അവസാനം നിന്നിൽ തന്നെ മറഞ്ഞു പോകുന്നുവല്ലോ. ഷൺമുഖ പാഹിമാം, അങ്ങനെയുള്ള ഷൺമുഖ എന്നെ രക്ഷിച്ചാലും. അമ്മയായ ദേവിയോടൊപ്പം വർത്തിക്കുന്നവനും ജന്മമില്ലാത്തവനും ആയവനെ, കടലിൽ നിന്നിളകുന്ന തിരയും ആ തിരയിലുണ്ടാകുന്ന കുമിളയും അതിന്റെ പ്രവാഹവും ഒക്കെ സമുദ്രം തന്നെയായി അതിൽ തന്നെ അടങ്ങി ഇല്ലാതായിത്തീരുന്നതുപോലെ നിന്നിൽ നിന്ന് ഈ ബ്രഹ്മാണ്ട കടാഹം മുഴുവൻ ഉണ്ടായി വന്ന് ഭാവങ്ങൾ മാറി മാറി പൊന്തിവന്ന് അവസാനം നിന്നിൽ തന്നെ മറഞ്ഞു പോകുന്നുവല്ലോ, എന്തൊരാശ്ചര്യം, അങ്ങനെയുള്ള ഷൺമുഖ എന്നെ രക്ഷിച്ചാലും. ഭഗവാനെ, നീ എന്നും ദേവിയോടൊപ്പം വർത്തിക്കുന്നവനാണ്. നിന്റെ പത്നിയായ ദേവസേന അഥവാ വള്ളി നിന്നോടൊപ്പം ഉണ്ടാകാറുണ്ടെങ്കിലും അമ്പയോടൊപ്പം എപ്പോഴും ഇരിക്കുന്നവനായി ഞങ്ങളെല്ലാം കരുതിപ്പോരുന്നത് ശിവനെയാണ്. ശിവനും നീയും പൊരുളിൽ രണ്ടല്ലാത്തതുകൊണ്ട് ശിവന് ചേരുന്നതെല്ലാം നിനക്കും ചേരുമെന്ന് നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞതുമാണ്. ചിലമ്പൊലി കേൾക്കുമാറുള്ള നിന്റെ കാൽപ്പെരുമാറ്റം കാലിന്റെ മാത്രം പെരുമാറ്റമല്ല, നിന്റെ ആകെ കൂടിയുള്ള പെരുമാറ്റമാണ്. ആ പെരുമാറ്റം നിന്നിൽ നിന്നുണ്ടാകുന്നത് ഭൂതഭാവോദ്ഭവകരമായ നിന്റെ സർഗവൈഭവം പ്രകടമായി തീരുന്നത് മുഖാന്തരമാണ്. ഉണ്ടായിട്ടുള്ളതായി എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ആവിർഭവിപ്പിക്കത്തക്കവണ്ണമുള്ള സർഗവൈഭവം. അതായത് അതറിയാൻ ഭഗവത്ഗീത 8ാം അധ്യായം 3ാമത്തെ ശ്ലോകം നോക്കുക. നീ അത്തരത്തിൽ ക്രിയാത്മകമായിരിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ വിളിക്കാറുള്ളത് പ്രകൃതി എന്നാണ്.
ഈ വൈഭവത്തോടുകൂടിയിരിക്കാത്ത ഒരു നിമിഷവും നിനക്കില്ലാതാനും. അംബ അഥവാ ദേവി എന്ന സങ്കല്പം ഈ പ്രകൃതിയുടെ പ്രതീകവുമാണ്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ അംബയാസഹവർത്തമാനനെന്നും സാംബശിവനെന്നും അർദ്ധനാരീശ്വരനെന്നും ഒക്കെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നീ ജന്മമില്ലാത്തവനാണ്. എന്നാൽ നിന്നിൽ നിന്ന് തന്നെയാണ് വിശേഷ രൂപത്തിലുള്ള എല്ലാ ജന്മങ്ങളും ഉണ്ടാകുന്നത്. ജന്മമില്ലാത്ത സ്വർണത്തിൽ നിന്നും എണ്ണമില്ലാത്ത ആഭരണങ്ങൾ ജന്മമെടുക്കുന്നത് പോലെ. അതുകൊണ്ട് ജന്മമില്ലാത്തവനെന്ന അർത്ഥത്തിലും വിശേഷ രൂപത്തിലുള്ള എല്ലാ ജന്മങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും നീ വിജന്മനാണ്. വാസ്തവത്തിൽ ഈ രണ്ടർത്ഥങ്ങളെയും രണ്ടായി കാണേണ്ടതില്ല. സ്വർണമില്ലാതെ ആഭരണമോ ഏതെങ്കിലും ആഭരണത്തിന്റെയോ മറ്റോ രൂപമില്ലാത്ത സ്വർണമോ ഇല്ല. അതുപോലെ ജന്മമില്ലാത്ത സത്യമില്ലെങ്കിൽ ജന്മമുള്ളവയൊന്നും ഉണ്ടാവുകയില്ല. ജന്മമുള്ളവയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സത്യമെന്ന നിലയിലല്ലാതെ ജന്മമില്ലാത്ത പൊരുളുമില്ല. വാസ്തവത്തിൽ സത്യം ഒന്നേയുള്ളൂ. അതിനെ ഒരു വശത്ത് നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ജന്മമില്ലാത്തതായും മറുവശത്തു നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ജനന മരണങ്ങളോടുകൂടിയ നാനാഭാവരൂപങ്ങളായും കാണുന്നു എന്ന് മാത്രം. രണ്ട് കാഴ്ചകളും ഒരു പൊരുളിനെ സംബന്ധിച്ചുള്ളത് തന്നെ. വിജന്മ എന്ന ഒരൊറ്റ വാക്കിൽ തന്നെ രണ്ടർത്ഥവും ഉള്ളടക്കിക്കൊണ്ട് രണ്ട് വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളെ ഏകോപിപ്പിച്ചു കളയുന്ന തരം ഭാഷയിലെ ഇന്ദ്രജാലം ഇവിടെ കാണാം. ഭാഷയിലെ ഇന്ദ്രജാലം പോലെ തന്നെയാണ് നിന്നിലെയും ഇന്ദ്രജാലം. ഒരു വശത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ നീ എണ്ണിയാലൊടുങ്ങാത്ത വസ്തുജാലങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നു. അവയ്ക്കെല്ലാം ജനനമുണ്ട്, മരണമുണ്ട്. മറുവശത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ സകലതിനും ആധാരമായിരിക്കുന്ന ജനന മരണങ്ങളില്ലാത്ത സത്യമാണ് നീ. വാസ്തവത്തിൽ ഇത് രണ്ടും നിന്നിൽ ഇഴചേർന്ന് നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആശ്ചര്യം. ഒരൊറ്റ കടലിൽ നിന്നും എണ്ണമില്ലാത്ത തിരകൾ ഇഴന്നു വരുന്നു. ഓരോ തിരയിലും എണ്ണമില്ലാത്ത കുമിളകൾ ഉണ്ടായി പതഞ്ഞു പൊങ്ങുന്നു. തിരയും അതിലെ കുമിളകളും ഒക്കെ ഒഴുകി നടക്കുന്നതായി തോന്നുന്നു. ഇതെല്ലാം അവസാനം കടലിൽ തന്നെ തിരികെ ചേരുകയും ചെയ്യുന്നു. തിരയും കുമിളകളും പ്രവാഹവുമൊക്കെ വേറെ വേറെ കാണപ്പെടുമ്പോഴും അതൊന്നും തന്നെ കടലിൽ നിന്ന് വേറായിരിക്കുന്നുമില്ല. അതിലെ ഓരോ കുമിളയുടെയും സ്ഥാനത്താണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെയാണ് ഭഗവാനെ, നിന്നിൽ നിന്ന് ഈ അഖില ബ്രഹ്മാണ്ട കടാഹവും അതിന്റെ ഏതോ കൊച്ചു മൂലയിലിരിക്കുന്ന ഭൂമി എന്ന ചെറുഗോളത്തിലെ അണുതുല്യരായ ഞങ്ങളുമൊക്കെ ഉയർന്നു വരികയും വളർന്നു വരികയും അവസാനം ക്ഷയിച്ച് ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നത്. നിന്നിൽ തന്നെയാണ് ഇതെല്ലാം ഇല്ലാതായിത്തീരുന്നതും. ഈ ബ്രഹ്മാണ്ട കടാഹത്തിലുള്ള ഓരോന്നും വെവ്വേറെ നിലനിൽക്കുന്നതായി തോന്നുമ്പോഴും വാസ്തവത്തിൽ അതെല്ലാം ഉള്ളത് നിന്നിൽ തന്നെയാണ്. ഈ മായാജാലം കാണിക്കുന്നതിനുള്ള നിന്റെ വൈഭവം അത്യാശ്ചര്യകരം തന്നെ. വാസ്തവത്തിൽ ആശ്ചര്യാനുഭവത്തെക്കാൾ വലിയൊരാനന്ദമുണ്ടോ? ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരും കരയാറില്ല. ജീവിച്ചിരിക്കുന്ന ഒരുവനെ രണ്ടായി വെട്ടിമുറിച്ചു കാണിച്ചാലും കരയുകയില്ല. അതുപോലെയുള്ളതാണ് നീ കാണിക്കുന്ന മായാജാലങ്ങൾ. അതിലും സംഭവിക്കും ഘോരമായ ദുരന്തങ്ങൾ. നിന്റെ മായാജാലത്തിന്റെ ഭാഗമാണ് എന്നറിയുന്നവർ അതിലും നിന്റെ ആശ്ചര്യപരത കാണുകയുള്ളൂ. അമ്പുധിത്തിരയും തിരക്കുമിളപ്രവാഹവുമൊക്കെയോരമ്പുരാശിയതായടങ്ങിയൊടുങ്ങിടും പടി നിന്നിൽ നിന്നമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്നഖിലാണ്ടവും
അംബയാ സഹ വർത്തമാന വിജന്മ ഷൺമുഖ പാഹി മാം. എല്ലാവരും നിരന്തരം കേൾക്കുക, മനനം ചെയ്യുക. ഗുരു ഓം തത്സത്ത്.